ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് തക്കാളി കുറുമയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വെറും തക്കാളിയും സവാളയും മാത്രം മതി, കുറച്ച് തേങ്ങ ചിരകിയതും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി കുറുമ ഉണ്ടാക്കാം. ഇഡ്ലിയുടെ ഒപ്പവും ദോശയുടെ ഒപ്പവും ഒക്കെ ഇത് പെർഫെക്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത്, ഒരു 4 പച്ചമുളക്, 4-5 നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടാം. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ പൊരികടല, പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മതിയാവും പെരുംജീരകത്തിൻ്റെ പൊടി, ഫെനൽ സീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ വേണ്ട കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ മതി. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഓക്കെ, ഇപ്പോൾ അരച്ചെടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ ഇനി മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം പട്ട, ഒരു 2 ഗ്രാമ്പു ഇത്രയും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് സവാള നന്നായിട്ടൊന്ന് നല്ലൊരു ലൈറ്റ് പിങ്ക് ട്രാൻസ്പാരൻറ്റ് കളറാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, നല്ല പിങ്ക് നിറം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും ഞാൻ 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ ആദ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പോൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് പോരെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എനിക്ക് പിന്നീട് ആഡ് ചെയ്യേണ്ടി വന്നു, എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അധികം അങ്ങനെ വലിയ പൊടികളൊന്നുമില്ല. ആകെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ സാമ്പാർ പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. സാമ്പാർ പൊടിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കൂ. കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എന്നുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. നമുക്ക് 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ, കാരണം നമ്മൾ അരപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ മിക്സിയിൽ ഒന്ന് കുലുക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഭയങ്കര ഡൈല്യൂട്ട് ആവണ്ട, പിന്നെ അതെല്ലാം വറ്റിച്ചെടുക്കാൻ നിൽക്കണ്ടേ. കുറുമ അറിയാലോ, കുറച്ച് തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ്. അപ്പം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പം ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇനി നമുക്ക് വെള്ളം നന്നായിട്ട് തിളച്ച് പോകുന്നു. ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക, പോരെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടോ, അധികമൊന്നുമില്ല, ഇൻഗ്രീഡിയൻസ് ഇത്രയേ ഉള്ളൂ പറയാൻ. ഇനി നമ്മൾ അരപ്പ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സിയിലേക്ക് കുറച്ചുകൂടെ ബാക്കിയുള്ള ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് കുലുക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും കറി നന്നായിട്ടൊന്ന് ഒരു 4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിൻ്റെ പെരുംജീരകമായാലും പട്ടയായാലും ഗ്രാമ്പൂ ആയാലും 2 ഗ്രാമ്പൂ, ഒരു ചെറിയൊരു കഷ്ണം പട്ട, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. മസാല ഒരുപാട് കൂടണ്ട, അതിൻ്റെ വല്ലാതെ കുത്തൽ വരും. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യണം. ഇത്രയും ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇഡ്ലിയുടെ ഒപ്പോ ദോശയുടെ ഒപ്പോ കുട്ടി കഴിക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡിയായി. വേറെ കറിവേപ്പില മല്ലിയില പരിപാടി ഒന്നുമില്ല. നല്ല ടേസ്റ്റാണ്, ഡിഫറെൻ്റാണ്. ഇതല്ലാതെയും വേറെ കുറുമാസ് ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കൂ. ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയൂ. ഓക്കെ, ബൈ.